നമസ്കാരം. കേരളത്തിൻ്റെ ചാനൽ സംസ്കാരത്തെ അടിമുടി നശിപ്പിച്ച ഒരു മാധ്യമ സ്ഥാപനമാണ് റിപ്പോർട്ടർ. റേറ്റിംഗിന് വേണ്ടി എന്തു വൃത്തികേടും കാണിക്കുക, എന്തു നുണവാർത്തയും പറയുക, ഏത് വിഷയത്തെയും സെൻസേഷണലൈസ് ചെയ്യുക എന്നിവയൊക്കെ നടത്തി റിപ്പോർട്ടർ ചാനൽ നമ്മുടെ സംസ്കാരത്തെ തന്നെ ഒരുപാട് കീഴോട്ട് നയിച്ചു. റേറ്റിംഗ് മാത്രമാണ് അവർക്ക് മുഖ്യം. ഏതു നിരപരാധിയെയും അവർ വേട്ടയാടും അവരുടെ റേറ്റിംഗിന് വേണ്ടി. ഈ വൃത്തികേട് കാണിക്കാൻ അവരെടുത്ത ലൈസൻസ് പിണറായിസ്റ്റ് ഭീകരതയെ കൂട്ടുപിടിക്കുകയായിരുന്നു. പിണറായിക്കും അയാളുടെ വൃത്തികേടുകൾക്കും ഓശാന പാടിക്കൊടുത്തു. തികച്ചും അധാർമികമായി മാധ്യമപ്രവർത്തനം നടത്താൻ റിപ്പോർട്ടർ തീരുമാനിച്ചതിൻ്റെ പ്രധാന കാരണം അതിൻ്റെ പുത്തൻ മുതലാളിമാർ വലിയ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് എന്നതാണ്. അനേകം തട്ടിപ്പ് കേസുകളിലെ പ്രതികളാണ്. അവർക്ക് അവരുടെ ക്രിമിനൽ വാസനയും തട്ടിപ്പും തുടരണമെങ്കിൽ ഒരു ചാനൽ വേണമായിരുന്നു. ആ ചാനലിൻ്റെ മറവിൽ അവർക്ക് രാഷ്ട്രീയ ബന്ധം വേണമായിരുന്നു. ഇതിനുവേണ്ടി നിർഭാഗ്യവശാൽ അവർ കൂട്ടുപിടിച്ചത് വലിയ വായിൽ ആദർശം പ്രസംഗിച്ച് നടക്കുന്ന മിടുക്കനായ ഡോക്ടർ അരുൺകുമാറിനെയാണ്. അരുൺകുമാർ ഈ വൃത്തികെട്ടവന്മാരുടെ എല്ലാ വൃത്തികേടുകൾക്കും ഓശാന പാടാൻ തിരക്കഥ എഴുതി മാധ്യമപ്രവർത്തനത്തെ തെരുവ് വേശ്യ പ്രവർത്തനമാക്കി മാറ്റി. ഇതിൻ്റെ ഭാഗമായി റിപ്പോർട്ടറിലേക്ക് എത്തിയ മാധ്യമപ്രവർത്തകർക്കൊക്കെ പ്രത്യേകം കള്ളിയുണ്ടാക്കി കൊടുത്തു. അരുൺകുമാർ ഒന്നാം തരം പിണറായിസ്റ്റ് വേഷം കെട്ടും. പിണറായിയും അദ്ദേഹത്തിന് കൂട്ടാളികളും കാട്ടിക്കൂട്ടുന്ന എല്ലാ വൃത്തികേടുകളെയും ഡാറ്റ നിരത്തി ന്യായീകരിക്കും. അതാണ് അവരുടെ ലക്ഷ്യം. അതാണ് ആ പാർട്ടിയുമായുള്ള ഡീല്. അരുൺകുമാറിൻ്റെ ശബ്ദം ഉയർന്നു നിൽക്കും, താഴേക്കാണ് മറ്റ് ശബ്ദങ്ങൾ. അതേസമയം പിണറായിസ്റ്റുകൾ മാത്രം കണ്ടാൽ പോരല്ലോ ഈ ചാനൽ. അതുകൊണ്ട് സുജയ പാർവതിക്ക് സംഘവേഷവും സ്മൃതി പരുത്തിക്കാടിന് കോൺഗ്രസ് വേഷവും ഇട്ടുകൊടുക്കുന്നു. അപ്പോൾ 3 പ്രധാനപ്പെട്ട വേഷങ്ങളും അവിടെയുണ്ട്. ബാക്കി വരുന്നവരൊക്കെ ഔട്ട് പറക്കികളാണ്. അവർ എന്ത് വേഷം കിട്ടിയാലും കുഴപ്പമില്ല. ഈ 3 ശക്തികൾ ഒരുമിച്ച് ഏറ്റുമുട്ടുമ്പോൾ സകലരുമുണ്ടാവും. ഇതിൽ അരുൺകുമാറിനോട് ഏറ്റവും അധികം ഏറ്റുമുട്ടി തിളങ്ങി നിന്നത് സുജയ പാർവതിയായിരുന്നു. അങ്ങനെ സുജയയുടെ ആരാധകരായ സംഘികൾ കൂട്ടത്തോടെ റിപ്പോർട്ടർ ചാനലിലെത്തി കാഴ്ചകൾ കണ്ടുകൊണ്ടിരുന്നു. പക്ഷെ പുതുതായി തുടങ്ങിയ ബിഗ് TV സുജയെ 10 ലക്ഷം രൂപ പ്രതിമാസ ശമ്പളം കൊടുത്ത് പൊക്കിക്കൊണ്ടുപോയി. സുജയ ബിഗ് TVയിൽ ചെന്നിട്ട് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്നത് രണ്ടാമത്തെ കാര്യം. സുജയ്ക്ക് പെർഫോം ചെയ്യണമെങ്കിൽ അരുൺകുമാറിനെ പോലെ മറുവശത്തൊരാൾ ഉണ്ടാവണം. അതിന് കുറവുകൾ നമുക്കിപ്പോൾ ബിഗ് TVയിൽ കാണാം. എന്നാൽ റിപ്പോർട്ടർ ചാനൽ ഒന്ന് പകച്ചുപോയി. സംഘികൾ കൂട്ടത്തോടെ പോകുന്ന സാഹചര്യം രൂപപ്പെട്ടു. സുജയ്ക്ക് പറ്റിയ ഉരുളക്കുപ്പേരി പോലെ മറുപടി പറയാൻ പറ്റുന്ന ഒരു സംഘിയെ കണ്ടെത്താനുള്ള ശ്രമം പരാജയപ്പെട്ടു. അങ്ങനെയാണ് സ്മൃതി പരുത്തിക്കാടിനെ തീവ്ര കോൺഗ്രസ് ചാപ്പ കൊടുക്കുന്നത്. ഒന്നാം തരം കമ്മ്യൂണിസ്റ്റുകാരിയാണ് സ്മൃതി എന്ന് ഓർക്കണം, കോൺഗ്രസ്സുകാരിയല്ല. അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം കമ്മ്യൂണിസമാണ്. സ്മൃതിയുടെ പിതാവ് സിദ്ധാർത്ഥൻ പരുത്തിക്കാട് അറിയപ്പെടുന്ന എഴുത്തുകാരൻ മാത്രമല്ല, ദേശാഭിമാനി വാരികയുടെ എഡിറ്റർ കൂടിയായിരുന്നു. അത്ര കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലമുള്ള ആ പശ്ചാത്തലത്തിൽ നിന്നും ഒരിക്കലും മാറി നടന്നിട്ടില്ലാത്ത സ്മൃതി റിപ്പോർട്ടർ ചാനൽ എത്തിയപ്പോഴാണ് കോൺഗ്രസ്സുകാരിയാവുന്നത്. റിപ്പോർട്ടർ ചാനലിൽ തിരക്കഥ എഴുതി നടത്തുന്ന എഡിറ്റേഴ്സ് മീറ്റ് എന്ന നാടകത്തിൻ്റെ ഭാഗമായി. സ്മൃതിയോട് കുറച്ചുകൂടി വീര്യം കൂട്ടിക്കോളാൻ അരുൺ നിർദ്ദേശിക്കുന്നു. ഇക്കൂട്ടത്തിൽ ഒരു കാര്യം വിട്ടുപോയി. ഒരു വശത്ത് അരുൺകുമാർ, വേറെ വശത്ത് സുജയയും വേറെ വശത്ത് സ്മൃതിയും ഉള്ളിടത്ത് പൊട്ടത്തരം പറയാൻ ആൻഡോ മുതലാളിയും ഇറക്കിയിരുന്നു. അത് പറയാൻ വിട്ടുപോയി. വാസ്തവത്തിൽ ആൻഡോ മുതലാളി ഇപ്പോഴും വിചാരിക്കുന്നത് താൻ വലിയ കാര്യം പറയുന്നു എന്നാണ്. അരുൺകുമാർ ആ ഉള്ളിൽ ചിരിച്ചുകൊണ്ടാണ് ആൻഡോ മുതലാളിയുടെ ഓരോ വാക്കും കേൾക്കുന്നത്. അരുൺകുമാറിനറിയാം ഏറ്റവും അധികം പ്രേക്ഷകരുള്ളത് പൊട്ടത്തരത്തിനും വിഡ്ഢിത്തരത്തിനുമാണ്. കാലം മാറിപ്പോയി. ഇപ്പോൾ കാർട്ടൂൺ കാണുന്നതിനേക്കാളും ഹാസ്യം കാണുന്നതിനേക്കാളും ആളുകൾ ചിരിക്കുന്നത് പൊട്ടത്തരവും വിഡ്ഢിത്തവും പറയുമ്പോഴാണ്. അങ്ങനെ പൊട്ടത്തരവും വിഡ്ഢിത്തവും പറയുന്നതിന് വേണ്ടിയാണ് അരുൺകുമാർ ഈ ആൻഡോ മുതലാളിയെ രംഗത്തിറക്കിയത്. അത് വിട്ടുപോയതാണ് പറയാൻ. എന്തായാലും സുജയ പാർവതി പോയതിൻ്റെ ക്ഷീണം തീർക്കാൻ വേണ്ടി അതിശക്തമായ കോൺഗ്രസ് വികാരവുമായി സ്മൃതി പരുത്തിക്കാട് രംഗത്തെത്തുന്നു. ഈ കെണിയിൽ ഇവിടുത്തെ പാവം കൊങ്ങികൾ വീണുപോകുന്നു. അവർ സ്മൃതിയുടെ ആരാധകരാകുന്നു. സ്മൃതി സ്തുതികളാൽ അവർ നിറയുന്നു. എന്തായിരുന്നു സംഘികൾ സുജയ പാർവതിക്ക് വേണ്ടി ചെയ്തത്, അത് തന്നെ കൊങ്ങികൾ സ്മൃതി പരുത്തിക്കാടിന് വേണ്ടിയും ചെയ്യുന്നു. അരുൺകുമാറും റിപ്പോർട്ടർ മുതലാളിയും ഹാപ്പി. അവർക്ക് സംഘികൾ നഷ്ടപ്പെട്ടപ്പോൾ പകരം കൊങ്ങികളെ കിട്ടി. അങ്ങനെ അവർ റേറ്റിംഗിൽ പിടിച്ചു നിന്നു. ആവേശം കൂടിപ്പോയപ്പോൾ സ്മൃതി പരുത്തിക്കാട് പറഞ്ഞ് ചിലതൊക്കെ അബദ്ധമായി മാറുന്നു. ഇത് പൊട്ടക്കമ്മികൾ ഏറ്റുപിടിക്കുന്നു. പൊട്ടക്കമ്മികൾക്ക് അറിയില്ലല്ലോ ഇതൊരു നാടകമാണെന്ന്. ഇവർ മറന്നുപോകുന്നൊരു കാര്യം, പിണറായിക്കും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും ക്ഷീണമുണ്ടാകുന്ന തരത്തിൽ ഒരു മുന്നേറ്റം സ്മൃതി പരുത്തിക്കാട് നടത്തിയാൽ അത് വെട്ടിയൊതുക്കി അത് തോൽപ്പിക്കാനുള്ള ശേഷി അരുൺകുമാറിനുണ്ട്. അതാണ് തിരക്കഥ. പൂർണ്ണമായും വിജയിക്കാൻ വിട്ടുകൊടുക്കില്ല സ്മൃതിയെയും മറ്റേത് ആശയമുള്ളവരെയും.
അവരെ വിജയിക്കുന്നു എന്ന് തോന്നലുണ്ടാക്കി കൊടുക്കുക. വിജയം ആത്യന്തികമായി കമ്മികൾക്കായിരിക്കണം, അരുൺകുമാറിനായിരിക്കണം. ഇതാണ് രീതി. ഇത് മനസ്സിലാകാതെ പൊട്ടക്കമ്മികൾ സ്മൃതിവധം ആട്ടക്കഥയുമായി രംഗത്തെത്തുന്നു. നമുക്കറിയാം, പൊട്ടക്കമ്മികൾക്ക് ഏറ്റവും ഇഷ്ടം സ്ത്രീകളെ അധിക്ഷേപിക്കാനാണ്. അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിനോദം സ്ത്രീ പീഡനമാണ്. അത് എല്ലാ അർത്ഥത്തിലും അവർ പീഡിപ്പിച്ച് ആനന്ദം അനുഭവിക്കുന്നു. അത് എല്ലാവർക്കും പറ്റാത്തതുകൊണ്ട് അവർ സൈബർ ഇടത്തിൽ വെർബൽ റേപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് സ്ത്രീകളെ. ഒരു സ്ത്രീയെ വെർബൽ റേപ്പ് നടത്താൻ കിട്ടിയാൽ ഒരുത്തനും വെറുതെ വിടില്ല. അതുകൊണ്ട് ഇവരെന്ത് ചെയ്തു? ഈ നാടകത്തിൻ്റെ പൊരുളറിയാതെ ഇവർ സ്മൃതി പരുത്തിക്കാരനെതിരെ രംഗത്തിറങ്ങി. സ്മൃതിയെ വലിച്ചു കീറി ഭിത്തിയിലൊട്ടിക്കുക. മഹാനായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ് സെക്രട്ടറി PM മനോജ് പോലും ഈ വെർബൽ റേപ്പുമായി രംഗത്തിറങ്ങി. ഒരു സ്ത്രീക്കും സഹിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള അങ്ങേയറ്റത്തെ അശ്ലീല ചുവയുള്ള വൃത്തികേടുകൾ ഇവർ സ്മൃതി പരുത്തിക്കാടിന്റെ തലയിൽ കെട്ടിവെച്ചു. ഇവർക്കറിയില്ലല്ലോ ഇതിന്റെ പിന്നിലെ നാടകവും തിരക്കഥയും. ഈ പൊട്ടക്കമ്മികൾ സ്മൃതിയെ പറഞ്ഞതൊക്കെ കേട്ടാൽ ആർക്കും സഹിക്കാൻ കഴിയില്ല. പോരാളി ഷാജിയുടെ കുറിപ്പാണ് മാപ്ര എന്ന ലേബലിൽ വേശ്യകളെക്കാൾ തരം താണ വർത്തമാനം പറയുന്ന സ്മൃതി പരുത്തിക്കാടിന്റെ സ്ത്രീത്വത്തെക്കാൾ വിലയുണ്ട് വയനാട്ടിലെ എല്ലാം നഷ്ടപ്പെട്ട അമ്മമാർക്ക്. അവർക്കൊപ്പം തുടരും. ഇതാണ് ഒരുത്തന്റെ പോസ്റ്റ്. VD സതീശന് ക്ലീൻ ചിറ്റ് നൽകിയത് സ്മൃതീശന്റെ നേതൃത്വത്തിലുള്ള മാപ്രകൾ. നുണേശൻ എന്ന് സതീശനെ വിളിച്ച് അധിക്ഷേപിക്കുന്നത് പോലെ സ്മൃതീശൻ എന്ന് വിളിച്ച് സ്മൃതിയെ അധിക്ഷേപിക്കാൻ തുടങ്ങി. ഒരു പരിധി കൂടി കടന്ന് മാധ്യമ വേശ്യ, മൂലക്കുരു അസുഖം ബാധിച്ച വിപത്ത്, രക്തരാക്ഷസി എന്നൊക്കെയാണ് ഇട്ടത് കാണിക്കുക. വേറൊരുത്തർ സതീശന്റെ വെപ്പാട്ടി എന്നാണ് പോസ്റ്റർ അടിച്ച് വിടുകയാണ്. വേറെ നോക്കൂ, വനവാസത്തിന് എന്ന് പേരിട്ടിട്ട് VD സതീശനെ ഒരു സന്യാസിയുടെ വേഷം കെട്ടിച്ചിട്ട് ഒരു രുദ്രാക്ഷമൊക്കെ കഴുത്തിലണിയിച്ചിട്ട് സ്മൃതി പരുത്തിക്കാട് അതേപോലെ തന്നെ കാവി അണിഞ്ഞ് ചാരി നിൽക്കുന്ന ഒരു ഫോട്ടോ നോക്കൂ. ഒരു വിശ്വാസത്തെ തന്നെ അധിക്ഷേപിക്കുകയാണ്. VD സതീശനും സ്മൃതി പരുത്തിക്കാടും ഒരുമിച്ച് സന്യാസി വേഷം കെട്ടി നിൽക്കുന്നു എന്ന് പറഞ്ഞൊരു വിശ്വാസത്തെ അപമാനിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റുകാർ എന്ന ഒരു ഒഫീഷ്യൽ പേജിൽ കാമാത്തിപ്പുര അഴുക്കിൽ ജന്മം പൂണ്ട രാക്ഷസി എന്നാണ് സതീശൻ വെപ്പാട്ടി തേവിടിച്ചി എന്നൊക്കെ വിളിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. ഈ നാഗവലിയുടെ രോഗം മാറാൻ മരുന്നുണ്ട്. ഇരുമ്പ് പഴുപ്പിച്ച് വെക്കുക, അല്ലെങ്കിൽ പച്ചമുളക് അരച്ച് തേച്ചു കൊടുക്കുക, അല്ലാതെ ലേഡി നുണേശന്റെ അസുഖം മാറില്ല. നോക്കൂ, ഒരു സ്ത്രീയെ എങ്ങനെയൊക്കെ അധിക്ഷേപിക്കാൻ ഇവർക്ക് കഴിയുമെന്ന്. ഇവരുടെ ഒന്നും വീട്ടിൽ പെങ്ങന്മാരില്ലേ, അമ്മമാരില്ലേ? ഇവരൊക്കെ ആരുടെ ഉദരത്തിൽ ജനിച്ചതാണ്? എങ്ങനെയാണ് ഒരു സ്ത്രീ അവളുടെ അഭിപ്രായം, അതെന്തുമാവട്ടെ, അത് നാടകമാവട്ടെ, ഒറിജിനൽ അഭിപ്രായമായിട്ട് അവളുടെ അഭിപ്രായം പറഞ്ഞു. ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് അവൾ അഭിപ്രായം പറഞ്ഞു. എന്താണ് സ്മൃതി പറഞ്ഞ കുഴപ്പം? എന്താണ് സ്മൃതി പറഞ്ഞതെന്നറിയാമോ? ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് മുഴുവൻ നാടകമായിരുന്നു, അടിമുടി വേഷം കെട്ടായിരുന്നു. ആ വേഷം കെട്ടിലേക്ക് ദുരന്ത ബാധിതരെ കൊണ്ട് വലിച്ചിടിച്ചു. അത് അങ്ങേറ്റം വൃത്തികേടാണ്. ആ വയനാട് ദുരന്തത്തിൽപ്പെട്ട് 500ഓളം ആളുകൾ മരിച്ചുപോയി. ആയിരക്കണക്കിന് ആളുകൾ ജീവിതോപാധികൾ നഷ്ടപ്പെട്ടു. അവരിൽ ഭൂരിപക്ഷം പേരും ഇന്നും കയറിക്കിടക്കാൻ ഇടമില്ലാതെ പട്ടിണി കിടക്കുകയാണ്. അതിൽ കുറച്ചു പേർക്ക് വീടുണ്ടാക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞൊരു വേഷമുണ്ടാക്കി താക്കോൽ കൊടുത്ത് വീട് പൂർത്തിയാക്കിയിട്ടില്ല. 800 കോടി രൂപ നമ്മൾ നാട്ടുകാർ സംഭാവന കൊടുത്തിട്ട് അതിൽ 100 കോടിയിൽ താഴെ മുടക്കി കുറച്ച് വീടിൻ്റെ താക്കോൽ മാത്രം കൊടുത്ത് അതിൻ്റെ പേരിൽ വോട്ട് പിടിക്കാൻ വേഷം കെട്ടി അത് തുറന്നു പറഞ്ഞു. നാടകം, വയനാട് ദുരന്തബാധിതരെ വെച്ച് നാടകം കളിക്കരുത് പറഞ്ഞു. അതിലെന്താ കുഴപ്പം? പറഞ്ഞത് സത്യമല്ലേ? ഇനി സത്യമല്ലെങ്കിൽ തന്നെ ഇത് പറയാൻ ഇന്ത്യൻ ഭരണഘടന ഇവർക്ക് അനുമതി കൊടുത്തിട്ടുണ്ട്. വയനാട് ദുരിതബാധിതരെ അപമാനിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ എന്തുതരം സംസ്കാരമാണ് നിങ്ങളുടേത്? എന്തുതരം മര്യാദയാണ് നിങ്ങളുടെ? എന്തായാലും അതിന് വിട്ടുപോയി അധിക്ഷേപം. നാടകമാണെന്ന് തിരിച്ചറിയാറുള്ള അധിക്ഷേപം. സ്മൃതി കേസുമായി പോകുന്നു. ഇടയ്ക്ക് സ്മൃതി പൊട്ടിക്കരയുന്നു. സ്മൃതി മാപ്പ് പറയുന്നു. ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല, ഞാൻ അങ്ങനെ മോശമാക്കാൻ കരുതിയില്ല എന്ന് പറഞ്ഞ് മാപ്പ് പറയുന്നു. ഇത്തരം അധിക്ഷേപങ്ങളിൽ പിടിച്ചു നിൽക്കാൻ എല്ലാ സ്ത്രീകൾക്കും കഴിഞ്ഞെന്ന് വരില്ല. സ്മൃതി ഇതിനെ അതിജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ കമ്മികൾ ഇങ്ങനെയാണ്. കമ്മിക്കൂട്ടങ്ങൾ എന്ന വൃത്തികെട്ട ജന്മങ്ങൾ എക്കാലത്തും ഇതിനേക്കാൾ വലുത് പറഞ്ഞിട്ടുണ്ട്. നിഷാ പുരുഷോത്തമനെ എന്തെല്ലാം പറഞ്ഞു, സിന്ധു സൂര്യകുമാറിനെ എന്തെല്ലാം പറഞ്ഞു, ഷാനി പ്രഭാകരൻ എന്തെല്ലാം പറഞ്ഞു. സ്ത്രീകളെക്കുറിച്ച് അശ്ലീലം പറയുന്നത് ഈ ഞരമ്പന്മാരുടെ ഒരു സുഖമാണ്. അവർ പറയും, അവരെ സംരക്ഷിക്കാൻ കമ്മികളുടെ നേതാക്കൾ ഭരിക്കുന്നു. അതിന് സംരക്ഷണം ഒരുക്കുന്നതും കേസ് നിയന്ത്രിക്കുന്നതും ഇത്തരം ഞരമ്പ് രോഗമുള്ളവർ തന്നെയാണ്. അതുകൊണ്ട് ഇവരിൽ നിന്ന് നീതി കിട്ടേണ്ട, ഇത് അവസാനിച്ച് കിട്ടുമല്ലോ ഏറെ വൈകാതെ എന്ന് മാത്രം നമുക്ക് ഓർക്കാം. എന്തായാലും സമൂഹത്തിന്റെ ഭാഗത്ത് ശക്തമായ പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. അബിൻ വർക്കി എഴുതിയ പ്രതികരണം മാത്രം കേൾക്കുക. സ്മൃതി പരുത്തിക്കാട് അവർ ഒരു കടുത്ത കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ്. അവരുടെ കുടുംബവും അങ്ങനെ തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ചു കാലമായി സ്മൃതി പരുത്തിക്കാട് എന്ന റിപ്പോർട്ടർ ചാനലിലെ മാധ്യമ പ്രവർത്തകയ്ക്കെതിരെ വ്യാപക അധിക്ഷേപമാണ് സൈബർ ഇടങ്ങളിൽ CPM നടത്തുന്നത്. എങ്ങനെയൊക്കെ അവരെ അശ്ലീലമായി ചേർത്ത് വെക്കാമോ അങ്ങനെയൊക്കെ CPMന് സൈബർ ഗുണ്ടകൾ ചെയ്യുന്നത്. CPMൻ്റെ കൂടെ നിന്ന് അവിടെ ഓശാന പാടിയെ മാത്രം കിട്ടുന്ന പ്രിവിലേജിനപ്പുറം ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകർ പോയാൽ അവരെ വ്യക്തിപരമായി ആക്രമിക്കാൻ ശ്രമിക്കുക എന്നതാണ് പൊതുവായ CPM സമീപനം. റിപ്പോർട്ടർ ചാനലിൽ തന്നെ മുൻ MD MV നികേഷ് കുമാർ ഇവിടെ പുണ്യാളൻ,
അരുൺകുമാർ നിഷ്പക്ഷ മാധ്യമ വിചാരകൻ, ബാക്കി സ്മൃതി ഉൾപ്പെടെയുള്ളവർ എല്ലാം മാപ്രകൾ. ഇതാണ് CPM-ന്റെ സെലക്റ്റീവ് നവോത്ഥാനം. ഒരു സിനിമയിൽ പാർട്ടിയോട് കൂടെ നിൽക്കുന്ന പാവങ്ങളെയാണ് മാധ്യമപ്രവർത്തകരെ ഞാൻ പാവം മാധ്യമപ്രവർത്തകരെ കണക്കാക്കുന്നുള്ളൂ എന്ന് കൈതേരി സഹതാപൻ എന്ന കഥാപാത്രം പറഞ്ഞതുപോലെയാണ് CPM-ന്റെ ഇടപാടുകൾ. എന്ത് കൊള്ളരുതായ്മ ചെയ്താലും പാർട്ടിയോട് കൂടെ നിൽക്കുന്നവർ മാന്യന്മാർ, നിഷ്പക്ഷർ, ആദർശവാദികൾ, സ്വദേശാഭിമാനികൾ, അവർക്ക് തരാന്തരം പോലെ മറിഞ്ഞ മടത്തിലമ ട്രോഫികൾ. പാർട്ടിയെ വിമർശിക്കുന്നവരെ മാഷാള്ള സ്റ്റിക്കർ ഒട്ടിച്ച് പ്രൊഫൈലുകൾ കേട്ടാലറയ്ക്കുന്ന ഭാഷയിൽ സൈബർ ബുള്ളിങ്. ഇതിലേറ്റവും വിചിത്ര നവോത്ഥാനം എന്ന വാക്ക് പൊക്കിപ്പിടിച്ച് കവിത എഴുതി പിള്ളേരെ പഠിപ്പിച്ച് പ്രസംഗിച്ച് കൊടി പിടിച്ച് നടക്കുന്ന ഒട്ടേറെ പുരോഗമനവാദികൾ എന്ന് അവകാശപ്പെടുന്ന നവോത്ഥാന നായകർ ഈ നാട്ടിലുണ്ട്. അതിൽ തന്നെ 2-3 ആളുകൾ സ്മൃതിയുടെ കസേരയ്ക്ക് അപ്പുറവും ഇപ്പുറവും ഇരുന്ന് ഇന്നും നവോത്ഥാനം വിളമ്പുന്നുണ്ട്. സൈബർ അധിക്ഷേപങ്ങൾ എന്നും പറഞ്ഞ് ഒരു വാലും മുറിയുമില്ലാതെ കണ്ടവരുടെ നറേറ്റീവ് വിളമ്പാൻ വേണ്ടി ഇരിക്കുന്നവരുമുണ്ട്. പക്ഷെ അവർ പോലും ഒരു അറപ്പും വെറുപ്പുമില്ലാതെ ഈ ഫാസിസ്റ്റ് അജണ്ടയുടെ ഏജന്റുമാരാകുന്നു എന്നതാണ്. സ്വന്തം സഹപ്രവർത്തകരുടെ ഭരണകൂടം വേട്ടയാടിയപ്പോൾ മൗനിയായിരിക്കുകയും ജേർണലിസ്റ്റ് കുട്ടികൾക്ക് മാധ്യമപ്രവർത്തനത്തിൻ്റെ ക്ലാസ് എടുക്കുന്ന രാജ്യസഭ എംപിമാരും സ്വന്തം സഹപ്രവർത്തക അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ ആക്രമിക്കപ്പെടുമ്പോൾ അതിനെ സ്വതസിദ്ധമായ ശൈലിയിൽ കൈയും കെട്ടി നോക്കിയിരിക്കുന്ന നവോത്ഥാന മാധ്യമപ്രവർത്തകരൊക്കെ ഹൈബ്രിഡ് ഫാസിസ്റ്റുകളായി അധപ്പതിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ധാരാളം വരുന്നുണ്ട്. ഇതിനിടയിൽ MA ബേബി മാപ്പ് പറഞ്ഞത് MA ബേബിക്ക് ഓർമ്മയുള്ളൂ. സൈബർ വെട്ടിക്കിളികൾ ബേബിയെയും തീർത്തുകൊണ്ടിരിക്കുകയാണ്.